ശ്രീനന്ദയുടെ മൃതദേഹം അന്ത്യകർമ്മങ്ങൾക്കായി തിരുവല്ലാമലയിലേക്ക് കൊണ്ടുപോയി. ഐവർമഠം ശ്മശാനത്തിലാണ് ചടങ്ങുകൾ. 10:30 വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി പേരെത്തി. CV അനുമോദ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അനുമോദ്, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളം ചർച്ച ചെയ്തത്. ശ്രീനന്ദ എന്ന പെൺകുട്ടി സ്കൂളിന് അഭിമാനം. അവിടെ കൂടിയിരുന്ന വിദ്യാർത്ഥികളെല്ലാം കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അധ്യാപകരുടെ പ്രിയപുത്രി എന്ന് വിളിക്കാം. സ്കൂളിൽ കലയായാലും കായികമായാലും മുന്നിൽ നിന്ന വ്യക്തി എന്തായാലും പോസ്റ്റ്മോർട്ടത്തിൽ മരണത്തിൽ ദുരൂഹതയില്ലെന്ന് പറയുന്നു. എന്തായാലും ഇനി അങ്ങോട്ടേക്ക് എന്തായിരിക്കും? വൈകാരികമായ ഒട്ടേറെ നിമിഷങ്ങൾക്കാണ് നമ്മളിവിടെ കാഴ്ചക്കാരായത്. 10:30 ശ്രീനന്ദയുടെ മൃതദേഹം ഇവിടെ കടമ്പഴിപ്പുറത്തെ വീട്ടിലെത്തിച്ചത്. അപ്പോൾ തന്നെ വലിയ ഒരു ജനാവലി ശ്രീനന്ദയ്ക്ക് അവസാനമായിട്ട് യാത്രാമൊഴി നൽകാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരുന്നു. ഈ ഒരു വീടിൻ്റെ ദുഃഖം, നാടിൻ്റെ മുഴുവൻ ദുഃഖമാവുന്നൊരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. ഈ ഒരു ഒട്ടേറെ സമയം കാത്തുനിന്ന് ഈ ശ്രീനന്ദയ്ക്ക് അവസാനമായിട്ട് യാത്രാമൊഴി നൽകി അവർ എല്ലാം മടങ്ങി. തുടർന്ന് 12:30 ശ്രീനന്ദയുടെ മൃതദേഹം അന്ത്യകർമ്മങ്ങൾക്കായി, സംസ്കാര ചടങ്ങുകൾക്കായിട്ട് തിരുവല്ലാമലയിലേക്ക് കൊണ്ടുപോയത്. ഈ ഒരു ദുഃഖം അത് സ്വാഭാവികമായിട്ട് ഈ നാട് മുഴുവൻ ഈ കുട്ടിയെ കാണാതായ നിമിഷം മുതൽ വലിയ ആശങ്കയിലായിരുന്നു. ഓരോ നിമിഷവും എണ്ണുന്നു എന്ന തരത്തിലായിരുന്നു പലരും കാത്തിരിപ്പുണ്ടായിരുന്നത്. അവസാനം എല്ലാവരുടെയും പ്രാർത്ഥനകളും കാത്തിരിപ്പുമൊക്കെ വിഫലമാക്കിക്കൊണ്ട് ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ കുട്ടിയുടെ മൃതദേഹം 1500 അടി താഴ്ചയിൽ കണ്ടെത്തിയത്. അതുമുതൽ വലിയ ആശങ്ക, എങ്ങനെ സംഭവിച്ചു, എന്താണ് സംഭവിച്ചത് എന്നുള്ള ദുരൂഹതകൾ ഒട്ടേറെ ചോദ്യമായിട്ട് ഉയർന്നിരുന്നു. തുടർന്ന് ഇന്നലെ രാത്രി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ പ്രാഥമിക വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഇതിൽ കുറച്ചെങ്കിലും ദുരൂഹത അവസാനിച്ചത്. അപകടമരണമാണ് എന്നൊരു തരത്തിൽ തന്നെയാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. മരണകാരണം തലക്കേറ്റ ആഴത്തിലുള്ള മുറിവാണ്. ശരീരത്തിലുള്ള മുറിവുകളും പൊറലുകളും ഒക്കെ ഉയരത്തിൽ നിന്ന് വീണതാകാം, അല്ലെങ്കിൽ കല്ലുകളിൽ തട്ടിയും മരക്കൊമ്പുകൾ തട്ടിയും ഉണ്ടായതാകാം എന്നൊക്കെയാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. ഇതിൽ ഒരു ആശങ്ക, ദുരൂഹത ഇല്ല എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ സാധൂകരിക്കുന്ന തരത്തിലാണ് കുടുംബവും പ്രതികരിച്ചത്. കുട്ടി ഉയരത്തിൽ താഴത്തെ വീഴാതിരിക്കാൻ കിട്ടിയ കൈവരിയിൽ പിടിച്ചു നിൽക്കുന്നത് കണ്ട് കുട്ടിയോട് ഒന്ന് മാറണമെന്ന് പറഞ്ഞിരുന്നുവെന്നായി വലിയച്ഛനും പറഞ്ഞു. തുടർന്ന് അവർ മാറിയ ശേഷം ആയേക്കാം ഈ ഒരു അപകടം സംഭവിച്ചതെന്നാണ് അവരുടെയൊക്കെ തന്നെ ഒരു വിലയിരുത്തലുള്ളത്.